ദുരിതമനുഭവിക്കുന്ന രാമപുരം സ്വദേശി വിജയകുമാറിനും കുടുംബത്തിനും വീട് നിർമ്മിക്കുന്നതിനായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സത്കർമ്മ സൽക്കാര ചലഞ്ച് നടത്തി. ചലഞ്ചിലൂടെ ലഭിച്ച തുക കുടുംബത്തിന് കൈമാറി. രാമപുരം സ്വദേശിയായ ശ്രീനിലയം വീട്ടിൽ വിജയകുമാറിനും കുടുംബത്തിനുമാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് സത്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിച്ചത്. ചലഞ്ചിലൂടെ ലഭിച്ച 4.25 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. കരുതലിന്റെ 299ാമത് ചലഞ്ചാണ് ഇതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ്, ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ്, അനിൽകുമാർ, PC നാസർ, രാജ്കുമാർ, ശംഭു പ്രസാദ്, സുരേഷ്, ഉണ്ണി, രാധാകൃഷ്ണൻ, അമ്പിളി, ലത, മഞ്ജു, ജോമോൻ, അനീഷ്, സാദിഖ് ഇരുവേലി, റിയാസ്, അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. രാവിലെ ആരംഭിച്ച സൽക്കാര ചലഞ്ച് രാത്രി താമസിച്ച് 10 മണിക്ക് അവസാനിക്കുമ്പോൾ പത്തിയൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ വിജയകുമാറിന് കുടുംബത്തിന് വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത്. വാർപ്പ് ലെവലിലെത്തി. ആ വീടിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു ഈ സൽക്കാരം നടത്തിയത്. വളരെ വിജയപ്രദം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഉറക്കക്ഷീണം ഉണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങളുടെ മനസ്സിലൊക്കെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 3,04,100,000 രൂപ മൊത്തം ഈ രാവിലത്തെ സൽക്കാരത്തിൽ കൂടി ലഭിച്ചു. അതിനകത്ത് 3,42,700 രൂപ വീട്ടുടമസ്ഥയെ ഏൽപ്പിക്കുന്നു, പ്രതീകാത്മകമായി ഏൽപ്പിക്കുന്നു. കോൺട്രാക്ടർ പ്രസാദിനെ ആ പണം ഏൽപ്പിക്കും. എന്തായാലും ഈ ചലഞ്ച് വിജയിക്കുമ്പോൾ നമുക്ക് വലിയൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരാളെ കാണുമ്പോൾ, വീടില്ലാത്തവർ, രോഗികൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരെ കാണുമ്പോൾ നമ്മുടെ ഗ്രാമം ഒന്ന് ഒത്തുചേർന്നാൽ ഏതാണ്ട് 400 കുടുംബം ഈ ചലഞ്ചിൽ പങ്കെടുത്തു. പഞ്ചായത്ത് മെമ്പർ രാജീവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ ആത്മാർത്ഥമായി ഈ ചലഞ്ചിനെ ഞങ്ങളോടൊപ്പം, കരുതലിനോടൊപ്പം നിന്നു. കണ്ണനും ഒക്കെ തന്നെ 700 പേരെ വിളിച്ചു. 700 പേരെ വിളിച്ചപ്പോൾ 400 പേര് വന്നു. ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഈ 3,42 പ്രസ്താവന ഏൽപ്പിക്കുന്നത്. അടുത്ത ചലഞ്ചിലേക്ക് ഈ ചലഞ്ചിൽ തന്നെ ഓഫറുകൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. അടുത്ത ഒരു സൽക്കാര ചലഞ്ചിന് വീട് രാമപുരത്ത് തന്നെ രാമപുരം സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിക്ക് വേണ്ടി ഒരു സൽക്കാര ചലഞ്ച് തീരുമാനിക്കുകയാണ്. അത് തീരുമാനിച്ച ഉടൻ തന്നെ ഉണ്ണിയുടെ അനന്തരവൻ വിഷ്ണു നീതം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന 30,000 രൂപ അടുത്ത സൽക്കാരത്തിന് തരാമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷമാണ്. എന്ത് ആരംഭിച്ചാലും എന്ത് തുടങ്ങിയാലും അതിനൊരു വലിയ, ഞാൻ എപ്പോഴും പറയും, നമ്മൾ ദൈവമാവണം. ഇവിടെ നിൽക്കുന്ന പലരും, ഞാൻ ആ മോളോട് ചോദിച്ചാൽ പറഞ്ഞു 6 വർഷമായി TV കണ്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പൈസ കൊണ്ട് ആ വീട്ടിലേക്ക് മാർച്ച് മാസം ഒരു ദിവസം ഡേറ്റ് നിശ്ചയിക്കുന്ന പിന്നാണ്. മാർച്ചിൽ ഒരു ദിവസം ആ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നമുക്ക് നടത്തണം. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും, ഇത്രയും പേരൊന്നുമല്ല, ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. പാട്ടുപാടിയ ഹരികുമാർ രാവിലെ മുതൽ 10 മണിക്ക് വന്നിട്ട് ഇതുവരെ, ഇനി കരുനാപ്പള്ളി അദ്ദേഹം പോകുമ്പോൾ എത്ര സമയമാവും അറിയാം. ഹരികുമാറിനോടും ഉള്ള സ്നേഹം ഇതിൽ കൂടി എല്ലാവരും, ചെറിയ നിസ്സാര കാര്യമായിരിക്കും. ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാൻ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ബിജു ഹോസ്പിറ്റലിലെ വീട്ടിൽ പോയി വെച്ച തീയലും പാത്രമായിട്ട് കൊണ്ടു. ഇതൊക്കെയാണ് ഈ പറയുന്ന കൂട്ടായ്മയുടെ ഒരു വലിയ, നമുക്ക് മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ട കൂട്ടായ്മയുടെ ഒരു വലിയ മറ്റൊരു പ്രതീകമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർ രാജീവിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. മധു ഞാനാണ് ആദ്യം ഈ വീട്ടിൽ വരുന്നത്. രാവിലെ മുതൽ മധു പൈസ എഴുതാൻ ആ മേശപ്പുറത്തിരുന്നതാണ്. മധുവിനോട് അങ്ങനെ ഈ ചലഞ്ചിനകത്ത് ചിലവായ ഒത്തിരി പേരുടെ സഹായമുണ്ട്. ചെല്ലപ്പച്ചേൻ്റെ ചായക്കടയിൽ നിന്നുള്ള മുട്ടക്കറി, ജോമോൻ ചായൻ്റെ ഉച്ചഭക്ഷണം, അങ്ങനെ മിച്ചർ വന്നവ, ശ്രീഹരി ഹോട്ടലിൽ നിന്ന് നല്ല കടലമാവ് കൊണ്ടുണ്ടാക്കിയ ബേസൻ ലഡു, അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത സൽക്കാര ചലഞ്ചിലേക്ക് നമുക്ക് വീണ്ടും കാണാം. 4 ലക്ഷം രൂപ, അതിനകത്ത് 3,42 ഈ പൈസ കണ്ണൻ തന്നെ പ്രസാദിനെ ഏൽപ്പിച്ചു. CD ന്യൂസ് കായംകുളം.